നമസ്കാരം. UDF എത്തുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിനു പിറകെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള പോര് തുടരുകയാണ്. VD സതീഷിന് പിന്തുണ പ്രഖ്യാപിച്ച് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് രംഗത്ത് വന്നത്. ഇതോടെ ഈ പോര് ഘടകകക്ഷികളിലേക്കും വ്യാപിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ലീഗ് അഭിപ്രായ പ്രകടനം നടത്തിയതിൽ കോൺഗ്രസിൽ അതൃപ്തി ശക്തമാണ്. 22 സീറ്റുകൾ ലഭിച്ച ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെട്ടേക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നതിനിടയിലാണ് ആര് മുഖ്യമന്ത്രിയാകണം എന്ന കാര്യത്തിൽ കൂടി ലീഗ് അധ്യക്ഷൻ തന്നെ പരസ്യ പ്രഖ്യാപനം നടത്തിയത്. ഇതിന്റെ അരിയൊലികളാണ് UDF രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ദൃശ്യമാകുന്നത്. ലീഗ് സതീഷിനെ പിന്താങ്ങിയാലും കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമാണ്. ദേശീയ തലത്തിലെ പ്രതിച്ഛായ തന്നെയാണ് ചെന്നിത്തലയുടെ മികവ്. UDF മന്ത്രിസഭകളിൽ മന്ത്രിയായുള്ള അനുഭവ പരിചയവും ദേശീയ രാഷ്ട്രീയത്തിൽ വഹിച്ച ചുമതലകളുമാണ് കാര്യങ്ങൾ ചെന്നിത്തലയ്ക്ക് അനുകൂലമാക്കുന്നത്. ഹൈക്കമാൻഡിന്റെ വിശ്വസ്തൻ എന്ന പ്രതിച്ഛായയും അച്ചടക്കം ലംഘിച്ച ചരിത്രമില്ലാത്തതും ചെന്നിത്തലയ്ക്ക് നേട്ടവുമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ചാൽ മാത്രമേ KCക്ക് മുഖ്യമന്ത്രി പദവിയിലേക്ക് വഴി തുറക്കുകയുള്ളൂ. കോൺഗ്രസിൽ ജയിച്ചു വരുന്ന MLA-മാരിൽ ഭൂരിപക്ഷവും KC വേണുഗോപാൽ വിഭാഗക്കാരാണ്. ഹൈക്കമാൻഡ് ഒരു പേര് നിർദ്ദേശിച്ചാൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എതിരഭിപ്രായത്തിന് സാധ്യത കുറവാണ്. KC ഇല്ലെങ്കിൽ ചെന്നിത്തലയും സതീഷിനും മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രംഗത്തുണ്ടാകുക. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇന്നലെ നടത്തിയ പ്രസ്താവനയും ചെന്നിത്തലയ്ക്ക് ഗുണകരമാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് സോണിയാഗാന്ധിയാണെന്നാണ് ഖാർഗെ പറഞ്ഞത്. സോണിയയുടെ വിശ്വസ്തൻ ചെന്നിത്തലയാണ്. തർക്കം വന്നാൽ സോണിയാഗാന്ധി ചെന്നിത്തലയെ തന്നെ നിർദ്ദേശിച്ചേക്കും. മുഖ്യമന്ത്രി കസേരയിൽ ചെന്നിത്തല വന്നാൽ VD സതീശൻ ധനമന്ത്രിയാകാനാണ് സാധ്യത. ലോട്ടറി സംവാദത്തിൽ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിനെ വരെ മുട്ടുകുത്തിച്ച പാരമ്പര്യമാണ് സതീശനുള്ളത്. അതുകൊണ്ട് തന്നെ ധനമന്ത്രി സ്ഥാനത്തിന് സതീശൻ അനുയോജ്യനുമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി സതീശനും ചെന്നിത്തലയും KCയും ഇതുവരെ യാതൊരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ല. സതീശൻ അനുകൂലികളും KC അനുകൂലികളും തമ്മിലുള്ള സൈബർ പോരാട്ടമാണ് നടക്കുന്നത്. ഈ പോരാട്ടം എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചാണ് മുന്നോട്ട് പോകുന്നതും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെന്നുള്ള ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും ഈ 3 നേതാക്കളും അതേപടി തന്നെ അനുസരിച്ചേക്കും.